അപ്പോൾ നമ്മളിന്ന് ആക്ഷൻ റിസർച്ചിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ മേഖലകളിൽ പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യത്തിനെ പറ്റി ഒരു വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയുമാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Action research is a collaborative process of inquiry that empowers educators to investigate and address real-world challenges in their classrooms. It focuses on practical solution and professional development. ഒരു അധ്യാപികയ്ക്ക് ക്ലാസ്സിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നൊരു ടേം ആണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ ക്ലാസ് മുറികളിൽ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി അതിൽ മാത്സിന് എല്ലാവരും തോറ്റു എന്ന് വെച്ചോളൂ. അപ്പോൾ തോറ്റു എന്ന് വയ്ക്കുമ്പോൾ ആ അധ്യാപന രീതി എന്ന് പറയുന്നത് തെറ്റാണെന്നാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നതൊക്കെ ആക്ഷൻ റിസർച്ചിൽ പെടുന്ന കാര്യമാണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതിൻ്റെ പ്ലാനിങ്, ആക്ടിങ്, ഒബ്സർവിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് എന്ന് പറയുന്ന 4 കാര്യങ്ങൾ വരും. ഏതൊക്കെയാണ്? പ്ലാനിങ്, ആക്ടിങ്, ഒബ്സർവിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ്. ഇത്തരത്തിൽ 4 കാര്യങ്ങളാണ് നമ്മുടെ ആക്ഷൻ റിസർച്ചിലുള്ളത്. This iterate approach allows educators to continuously refine their practices and enhance students' learning. ഈ ഒരു പ്രോസസ്സ് വഴി നമ്മളിപ്പോൾ അധ്യാപകർ ഒരു പോർഷൻ പഠിപ്പിക്കുന്ന രീതി കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ രീതി അനുസരിച്ച് അവരുടെ പഠിപ്പിക്കുന്ന രീതി ചേഞ്ച് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതി അനുസരിച്ച്. അപ്പോൾ ഇത്തരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. Action research encourages educators to work together, sharing ideas, experiences and insights. This collaborative approach fosters a culture of continuous improvement and professional growth within the education community. നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊളാബറേറ്റ് ചെയ്ത് അവരുടെ ഐഡിയാസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു സജഷൻസ് കാണും, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ടീച്ചേഴ്സിനും ഓരോ സജഷൻസ് കാണും. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ്സിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള സജഷൻസ് കാണും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു പാറ്റേൺ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ അപ്രോച്ച് മുമ്പോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് എല്ലാവരും തമ്മിലുള്ളൊരു കൊളാബറേറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ വർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. By embracing action of research, educations can become active agents of change, transforming classrooms and schools. This environment leads to the increase in ownership, innovation and impactful outcomes of students. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ റിസർച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് ഏജൻറ്റ്സ് ഓഫ് ചേഞ്ച് ആയിട്ട് മാറുകയാണ്. ക്ലാസ് റൂമിൽ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ മാത്രമല്ല പുതിയ രീതികളും ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടെത്തുന്നുണ്ട്. ദിസ് എംപവർമെൻറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഓണർഷിപ്പ്, ഇന്നോവേഷൻ ആൻഡ് പീസ്ഫുൾ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസിൻ്റെ എന്താണ് ഇന്നോവേഷൻസ് വളർത്തിക്കുന്നു. അതുപോലെ ഈ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാകുന്നത് വഴി എന്താണ്? കുട്ടികളുടെ ഔട്ട്കംസ് നല്ല രീതിക്ക് മാറുന്നുണ്ട്, നല്ല രീതിക്ക് വരുന്നുണ്ട്. ആക്ഷൻ റിസർച്ച് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എഡ്യൂക്കേഷണൽ തിയറി ആൻഡ് ക്ലാസ് റൂം പ്രാക്ടീസ്. നമുക്കിപ്പോൾ BEd കരിക്കുലത്തിൽ തന്നെ ഒരുപാട് എഡ്യൂക്കേഷണൽ തിയറീസ് ഉണ്ട്. അത് ക്ലാസ് റൂമിൽ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് വേറൊരു കാര്യമാണ്. അപ്പോൾ എഡ്യൂക്കേറ്റേഴ്സ് ക്യാൻ അപ്ലൈഡ് റിസർച്ച് ബേസ്ഡ് സ്ട്രാറ്റജീസ് വൈൽ ആൾസോ ജനറേറ്റ് ന്യൂ നോളജ് ത്രൂ ദെയർ ഓൺ സിസ്റ്റമാറ്റിക് ഇൻക്വയറി ആൻഡ് റിഫ്ലക്ഷൻ. ഇത്തരത്തിലുള്ള തിയറീസൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരാനും നമ്മുടെ അധ്യാപകർക്കും അവരുടേതായിട്ടുള്ള ഇന്നോവേഷൻസ് അവരുടെ ടീച്ചിങ് ഐഡിയാസിലൂടെ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നമ്മുടെ ആക്ഷൻ റിസർച്ച് കാരണമാണ്. അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് ക്ലാസ് റൂം പ്രാക്ടീസസ്. അപ്പോൾ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസും പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമ്മുടെ ആക്ഷൻ റിസർച്ച് വഴി സാധിക്കുന്നുണ്ട്. Adopting an action research mindset cultivates a culture of lifelong learning and continuous improvement within the educational institutions. This approach empowers educators to drive positive change and enhance the learning experience of their students. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ റിസർച്ച് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി തന്നെ ഒരു ലൈഫ് ലോങ് ലേണിംഗ്, അതുപോലെ തന്നെ അതായത് നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ലൈഫ് ലോങ് ലേണിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് കുട്ടികളുടെ അനുസരിച്ച് അവരുടെ ബിഹേവിയർ അനുസരിച്ച് നമുക്കറിയാം കാലഘട്ടങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ കുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഓൺലൈൻ ടീച്ചിങ് വരുന്ന മേഖലയായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലൈഫിലോ നമുക്കും ഒരു ടീച്ചിങ് എക്സ്പീരിയൻസസ് ആക്ഷൻ റിസർച്ച് വഴി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായ ആക്ഷൻ റിസർച്ചിനെ പറ്റി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും
നന്ദിയുണ്ട് ഇത്രയും നേരം കേട്ടിരുന്നതിന്. ഓക്കെ ബൈ. ഇപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.